കുറച്ച് സമയം കളിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ നോർമലായിട്ടുള്ള ആളും പോലെ തന്നെ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കോച്ചിങ് ലൈസൻസ് തരുന്ന ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു, നമ്മൾ ഇങ്ങനെ കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തളർന്നു പോകുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ള ആശങ്കപ്പെടുന്നവരും ഉണ്ടാകും. അവർക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് പിന്നിലുണ്ട് ആൾ. നമുക്ക് ആകാശം കയ്യെത്തിപ്പിടിക്കാമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന SR വൈശാഖ്. കാൽപന്ത് കളി സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പന്തുമായി വൈശാഖ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആംബ്യൂട്ടി ഫുട്ബോൾ കോച്ച്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കോച്ചാവാണെന്നുള്ളത്. കോച്ചാവാൻ എനിക്കിങ്ങനെ ആഗ്രഹം തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ നാട്ടിൻ പുറത്ത് എന്താ പറയുക, ഒരുപാട് ഉള്ളിലുള്ള നാടാണ്. ഇവിടെ പ്രൊഫഷണലായിട്ട് കോച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുന്ന് ഒന്നെങ്കിലും കോഴിക്കോടോ അല്ലെങ്കിൽ കൊയിലാണ്ടിയോ വടകരയൊക്കെയാണ് അങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ നടക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾ, ഇവിടെയുള്ള നാട്ടിൻ പുറത്ത് നടക്കുന്ന പല ടൂർണമെൻറ്റുകളും കളിക്കാനും കാണാനൊക്കെ പോകുമ്പോൾ ഒരുപാട് ടാലൻ്റുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ കളി നാട്ടിൻ പുറത്തുള്ള മൈതാനങ്ങളിൽ തന്നെ അവസാനിച്ച് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെയുള്ള കുട്ടികളെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് കോച്ചിങ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത്. ഇവരെക്കാൾ കുറച്ചുകൂടി പ്രായമുള്ള സമയത്താണ് ഒരു ബസ് അപകടത്തിൽ വൈശാഖിന്റെ കാല് നഷ്ടമാകുന്നത്. അന്നവൻ 8ാം ക്ലാസ്സിലാണ്. ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത വളവിൽ വെച്ചിട്ടാണ് എനിക്ക് അപകടം പറ്റിയത്. ഒരു കളിയായിട്ട് ബന്ധപ്പെട്ട യാത്രയിലാണ് എനിക്കിങ്ങനെ അപകടമൊക്കെ പറ്റുന്നത്. എനിക്ക് അപകടം പറ്റിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഫുട്ബോൾ കളിക്കാനാവോ അല്ലെങ്കിൽ മിലിറ്ററിയിൽ പോകാനാവോ എന്നുള്ളതാണ്. ഇത് രണ്ടാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളത്. മിലിറ്ററിനോടുള്ള ആഗ്രഹം കൊണ്ട് ഒരിക്കലും മിലിറ്ററിയിൽ കിട്ടൂല എന്നറിഞ്ഞിട്ടും ഞാൻ ആദ്യം എക്സാം നടക്കുന്ന നേവീൻ്റെ പരീക്ഷയൊക്കെ ഞാൻ വെറുതെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട്. ഒരിക്കലും ഫിസിക്കൽ എനിക്ക് കിട്ടൂല എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ആദ്യം എക്സാമും രണ്ടാമത് ഫിസിക്കലും നടക്കുന്ന ഒരു പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പരീക്ഷ എഴുതാനുള്ളൊരു ബുദ്ധി കൊണ്ട് ഞാൻ കാലൊക്കെ വെച്ച് പോയിട്ട് എക്സാം കഴിഞ്ഞു. എനിക്ക് അത്രയും ക്രേസായിരുന്നു ഈ രണ്ട് കാര്യങ്ങളോട്. ഒരു കാൽ മുറിച്ചു മാറ്റിയപ്പോഴും കാറ്റ് നിറച്ച പന്തിനു ചുറ്റും അവന്റെ സ്വപ്നങ്ങൾ പാഞ്ഞു നടന്നു. അവനിനി ഫുട്ബോൾ കളിക്കാനാകില്ല എന്ന് ചുറ്റുമുള്ളവരെല്ലാം ഉറപ്പിച്ചപ്പോൾ വൈശാഖ് ഒന്ന് തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് തന്റെ ദിവസങ്ങളാണ്. വീണ്ടും എന്നെ ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു കളിയാണ്. എനിക്കിത് വെറൊരു കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിന് മൊത്തം എന്താ പറയുക പിടിച്ചു നിർത്തുന്നത് ഈ ഫുട്ബോൾ കളിയാണ്. എൻ്റെ അനിയൻ ഫുട്ബോൾ പ്ലെയറാണ്. അനിയൻ കളിക്കുന്ന ബോൾ എടുത്തിട്ട് വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ രണ്ടാമത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. എൻ്റെ അനിയനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ടാമത് കളിക്കാൻ പോകുമ്പോൾ എൻ്റെ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അനിയനാണ് ഗ്രൗണ്ടിലേക്ക് വരിക. അന്നൊരു സെപ്റ്റംബർ 2. വൈശാഖിന്റെ ഇന്നത്തെ ജീവിതം തുടങ്ങുന്നത് അവിടെയാണ്. 2 എന്ന നമ്പർ അവൻ ആഘോഷിക്കുകയാണ്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 2 എന്ന് പറയുന്ന ദിവസമാണ്. എൻ്റെ സ്റ്റിക്കുമലൊക്കെ അടിച്ചു വെച്ച നമ്പർ 2ആണ്. എൻ്റെ കാല് അപകടം പറ്റിയിട്ട് മുറിച്ച് കളഞ്ഞ ദിവസമാണ് സെപ്റ്റംബർ 2. ആ ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചപ്പോഴും ഫുട്ബോൾ കളിച്ചപ്പോഴും ഒക്കെ 2ാം നമ്പർ ജേഴ്സി ഇട്ടിട്ടാണ് കളിക്കുന്നത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ കാല് സ്വർഗത്തിൽ പോയ ദിവസമാണ് സെപ്റ്റംബർ 2 എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാനത് ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റി. നോർമൽ ഫുട്ബോളിൽ ISLൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് പോകാനും നോർത്ത് ഈസ്റ്റിൻ്റെ കൂടെ കളിക്കാൻ പറ്റി. പുറത്ത് പല രാജ്യങ്ങളിലും നോർമൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് തന്നെ കളിക്കാൻ പറ്റി. ഇപ്പോൾ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാവാൻ സാധിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഫുട്ബോൾ കോച്ചാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അക്കാദമികമായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ആ സമയത്ത് ഈ ക്യൂ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൾക്കാരാണ്. ഇവിടെ ഒരു അക്കാദമി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ക്യൂ സ്പോർട്സിൻ്റെ ആളുകളാണ്. വൈശാഖിൻ്റെ ഒരു ഊർജം, അതുപോലെ ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും ഉയരത്തിലേക്ക് എത്തിയ ഒരു സ്റ്റോറി, അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും കുട്ടികളുടെ കൂടെയുള്ള ചിലവഴിക്കുന്ന സമയം ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല നിമിഷമായിട്ട് ഞാൻ കാണുന്നു.
നമുക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് പുള്ളിനെ പോലുള്ള ആൾ. തോൽക്കാനായിട്ട് റെഡിയല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വീണ്ടും ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ്. ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത് കാലു മാത്രമല്ല, അവൻ്റെ തീരുമാനങ്ങൾ കൂടിയാണ്. വൈശാഖ് തെളിയിക്കുകയാണ് അവൻ്റെ ജീവിതത്തിലൂടെ. ലോകത്തിലൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറയുന്നതാണ്. അതിനൊരു റിസ്ക്കും ഇല്ല. ഇപ്പോൾ എനിക്കിങ്ങനെ പറ്റി, എൻ്റെ കാല് മുറിച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് അപകടം പറ്റിയെന്നൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കാൻ ആർക്കും പറ്റും. എനിക്കും അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കൺമുന്നിലൊരാൾ പരിമിതികളെ തോൽപ്പിച്ച് പരിധികളില്ലാതെ കളം നിറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മുന്നേറാതിരിക്കാനാവുക? അവർക്ക് വൈശാഖ് എന്നത് ഒരു കോച്ച് മാത്രമല്ല, മുന്നിലുള്ള ഒരു മാതൃക കൂടിയാണ്.